പ്രിയമുള്ളവരെ നമസ്കാരം. ഞാൻ സാബു പരുത്തിക്കുഴി. പ്രിയമുള്ളവരെ, ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് പള്ളിത്തിരിവിലെ സർവീസ് റോഡിൻ്റെ ഓരത്ത് സ്ഥിതി ചെയ്യുന്ന കൊച്ചാക്കാൻ്റെ ചായത്തട്ടുകടയിലേക്കാണ്. അവിടുത്തെ വിശേഷങ്ങൾ കണ്ടുമടങ്ങാം. പള്ളിത്തെരുവ് സർവീസ് റോഡിൻ്റെ ഓരത്ത് കഴിഞ്ഞ 13 വർഷമായി സൗഹൃദങ്ങളുടെ മണം പരത്തുന്ന ഒരിടമുണ്ട്. അതാണ് നാടെങ്ങും കൊച്ചാക്കാൻ്റെ ചായക്കട എന്ന് വിളിക്കുന്ന മുജീബുക്കയുടെ ഈ കൊച്ചുകട. കടുത്ത ഫുട്ബോൾ ആരാധകനായ മുജീബുക്കയുടെ അടുപ്പിൽ തിളയ്ക്കുന്ന കട്ടൻ ചായയുടെയും പാൽച്ചായയുടെയും രുചി തേടി വൈകുന്നേരങ്ങളിൽ നാടിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾ ഇവിടെ എത്തുന്നു. ചായയുടെയും പലഹാരങ്ങളുടെയും കൂടെ ഇവിടെ മറ്റൊരു വിശേഷം കൂടിയുണ്ട്. വൈകുന്നേരമായാൽ പകൽ നേരത്തെ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം മാറ്റിവെച്ച് കടയ്ക്കകത്ത് എല്ലാ രാഷ്ട്രീയക്കാരും സ്നേഹത്തോടെ ഒത്തുചേർന്ന് സൗഹൃദത്തോടെ രാഷ്ട്രീയ ചർച്ചകൾ നടത്താറുണ്ട്. കക്ഷിഭേദമന്യേ കുശലങ്ങൾ പങ്കുവെച്ച് അവർ ഒന്നിച്ചിരിക്കുന്ന ആ കാഴ്ച തന്നെ ഒരു വലിയ അനുഭവമാണ്. നാട്ടുകാർക്കും ദൂരസ്ഥലങ്ങളിൽ നിന്ന് വരുന്നവർക്കും ഒരുപോലെ പ്രിയപ്പെട്ട ഈ കൊച്ചാക്കാൻ്റെ ചായക്കട വെറുമൊരു കടയല്ല, മറിച്ച് സൗഹൃദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒത്തുചേരലിൻ്റെ പ്രതീകമായ പള്ളിത്തിരിവിൻ്റെ ഹൃദയമിടിപ്പാണ് ഇവിടെ സജീവമായി നിലകൊള്ളുന്നു. എന്താണ് കൊച്ചാക്കാൻ്റെ ചായക്കടയിലെ വിശേഷങ്ങൾ? എന്താണ്? നല്ല ചായയാണ്, നല്ല വടയാണ്, എല്ലാം ഉണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ എപ്പോഴും നോക്കിയാൽ രാഷ്ട്രീയക്കാരുടെയും രാഷ്ട്രീയ പ്രവർത്തകരുടെയും കേന്ദ്രമാണ്. നല്ല ചായയാണ് കൊച്ചാക്കാർക്ക്. ഇവിടെ ഒരു ചായക്കട നമ്മളിങ്ങനെ എല്ലാവരും കൂടെ വന്ന് കുടിച്ച് കൊച്ചാക്ക ഇവിടെ വലിയ ഉത്സാഹത്തിലാണ്. കൊച്ചാക്കയുടെ ചായക്കടയെ കുറിച്ച് പറഞ്ഞാലേ ഈ നാട്ടിലെ സകല വിശേഷങ്ങളും ചർച്ച ചെയ്യപ്പെടുന്നൊരു സ്ഥലമാണ്. രാഷ്ട്രീയം, സ്പോർട്സ്, അങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളും. അതുപോലെ തന്നെ ഇവിടെ ചായ കുടിക്കാൻ ഒരു സമാധാനം, സൗഹൃദ സംഭാഷണം, നാടുമായ ഒരു ബന്ധം പുലർത്താൻ കഴിയുന്ന ഒരു ചായക്കടയാണ്. ഈ നാടിൻ്റെ ഒരു പ്രത്യേകതയാണ് ഈ ചായക്കട. അങ്ങനെ എല്ലാ നാട്ടുപ്രദേശത്തും ഒരു ചായക്കട ഉണ്ടാവും. ഈ നാട്ടുപ്രദേശത്തെ ഒരു ചായക്കടയാണ് കൊച്ചാക്കട ചായക്കട.